മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ 94-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: വിഹായസ ഗതിർജ്യോതി സുരുചിർഹുതഭു വിഭു വിരോചന സൂര്യ സവിതാ രവിലോചന. അദ്ദേഹത്തിൻ്റെ നാമം വിഹായസ ഗതി. വിഹായസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം എന്നാണ് അർത്ഥം. ആകാശമാകുന്ന ഗതിയോട് കൂടിയവൻ, ആശ്രയം എന്നാവാം, അല്ലെങ്കിൽ ആകാശത്തിൽ ഗതി ഉള്ളവൻ, സഞ്ചാരം ഉള്ളവൻ എന്നും അർത്ഥം പറയാം. അപ്പോൾ വിഹായസ ഗതി, ആദിത്യരൂപനായിട്ടുള്ള ഭഗവാനെയാണ് പറയുന്നത്. വിഹായസ ഗതി, വിഷ്ണുപദം എന്നൊക്കെ ഉണ്ട്. ആകാശത്തിന് വിഷ്ണുപദം എന്ന പേരുണ്ട്. അതായത് വിഷ്ണുവിൻ്റെ പദങ്ങൾ ഉള്ളത് ആകാശം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുപദം എന്നുള്ളത് ഈ വാമന അവതാരത്തിൽ കാല് മുകളിലേക്ക് പോയി ആകാശത്തിനെ മുഴുവൻ അളന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് വിഷ്ണുപദം എന്ന് അതിന് പേര് വന്നത്, ആകാശത്തിന് പേര് വന്നത് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ആ ആകാശത്തിന് വിഷ്ണുപദം വിഷ്ണുപദം എന്നുള്ളത് അത് ഇതിലേക്ക് പ്രസക്തമല്ല. എന്തായാലും ആ വിഷ്ണുപദത്തിനെയാണ്, വിഷ്ണുപദം എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ പാദത്തിന് ആശ്രയമാണ് എന്നുള്ളത് കൊണ്ട് ആകാശത്തിന് വിഹായസ് എന്ന് പേരുണ്ട് എന്ന്. വിഹായസ ഗതിഹി എന്ന്, വിഹായസ് ആകുന്ന ഗതിയോട് കൂടിയവനാണ് ഭഗവാൻ. ആകാശമാകുന്ന ഗതിയോട് കൂടിയവൻ, ആശ്രയസ്ഥാനത്തോട് ഭഗവാന്റെ പാദം ഇരിക്കണു ആകാശത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ വിഹായസ ഗതിഹി എന്നുള്ള നാമധേയം. അതല്ലെങ്കിൽ സൂര്യരൂപിയായിട്ടുള്ള ഭഗവാന് വിഹായസത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് വിഹായസഗതി എന്ന് പേര് സൂര്യന്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ തന്നെ വിഭൂതി ആയതുകൊണ്ട് ഭഗവാന് വിഹായസഗതി എന്ന് പേര് വന്നു എന്നാണ്. വിഹായസഗതി ജ്യോതിഹി എന്ന്, അത് പ്രകാശം, സ്വതവേ തന്നെ പ്രകാശിക്കുന്നു, മറ്റൊന്നിൻ്റെ സഹായം കൂടാതെ കണ്ട് സ്വയം പ്രകാശകം ആയതുകൊണ്ട് ഭഗവാന് ജ്യോതിഹി എന്ന് പേര്. എല്ലാ ജ്യോതിസ്സുകളും അങ്ങനെയല്ല, സ്വയം പ്രകാശിക്കുന്നവയല്ല, ഭഗവാന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നവയാണ്. ബാക്കി ശോഭിക്കുന്നതായിട്ടുള്ള പ്രകാശകങ്ങളായിട്ടുള്ള വസ്തുക്കളൊക്കെ, സൂര്യചന്ദ്രന്മാരടക്കം ഉള്ളതായിട്ടുള്ള പ്രകാശകങ്ങളായിട്ടുള്ള വസ്തുക്കളൊക്കെ ഭഗവാന്റെ പ്രകാശം കൊണ്ടാണ് പ്രകാശിക്കുന്നത്. പക്ഷേ ഭഗവാനാകട്ടെ സ്വയം പ്രകാശിക്കുന്നതാണ് എന്നതുകൊണ്ട് ഭഗവാന് ജ്യോതിഹി എന്നുള്ളതായ നാമം. വിഹായസഗതി ജ്യോതിഹി എന്ന്. അടുത്തത് സുരുചിഹി, ശോഭനമായ രുചിയോട് കൂടിയവൻ. രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളക്കം, പ്രകാശം എന്നൊക്കെയുള്ള അർത്ഥം തന്നെ. ശോഭനമായ രുചിയോട് കൂടിയവൻ ഉദിസ്. സുരുചിഹി, ശോഭനാ രുചിഹി എന്ന് പറഞ്ഞാൽ ദീപ്തി എന്നർത്ഥം, പ്രകാശം എന്ന് തന്നെ. ശോഭനമായിട്ടുള്ള ദീപ്തി ഉള്ളതുകൊണ്ട് സുരുചിഹി എന്ന് നാമധേയം. അതല്ലെങ്കിലോ രുചി എന്നുള്ളത് താല്പര്യം, ഇഷ്ടം എന്നൊക്കെയുള്ള അർത്ഥത്തിലുണ്ട് രുചി ശബ്ദം. എനിക്കത് രുചിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വളരെ ഇഷ്ടമാണ്, എനിക്കത് തീരെ രുചിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അർത്ഥം. അങ്ങനെയൊക്കെ രുചി എന്നുള്ളത് ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്, താല്പര്യം, ഇഷ്ടം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അർത്ഥത്തിൽ. ശോഭനമായിട്ടുള്ള രുചിയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ സുരുചിഹി എന്നുള്ളതായ നാമധേയം. ഇനി ഹുതഭുക്, ഹുതത്തെ എല്ലാം ഭുജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഹുതഭുക്ക്. അതായത് ഏത് ദേവതകളെ ഉദ്ദേശിച്ചാണ് ഹോമിക്കുന്നത് എന്ന് വെച്ചാലും അതൊക്കെ ഭഗവാനിൽ എത്തിച്ചേരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ ഏത് ദേവതകളെ കുറിച്ചും ഹോമിക്കുന്നതെല്ലാം തന്നെ, യാഗാദികളിൽ ഹോമിക്കുന്നതെല്ലാം തന്നെ ഭഗവാനിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഹുതഭുക് എന്നുള്ളതായ നാമധേയം ഭഗവാന്. ഹുതത്തെ ഭുജിക്കുന്നവൻ, ഹുതമായിട്ടുള്ളതിനെ അഗ്നിയിൽ ഹോമിക്കുന്നതിനെയൊക്കെ ഭുജിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഹുതത്തെ ഭുജിക്കുന്നു. എല്ലാ ദേവതകളെയും ഉദ്ദേശിച്ച് ചെയ്യുന്നതായിട്ടുള്ള ആ ഹോമദ്രവ്യങ്ങളെയും ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഹുതഭുക് എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന്. വിഭുഹു എന്ന് അടുത്തത്. വിഭുഹു എന്ന് പറഞ്ഞാൽ സർവത്ര വ്യാപിച്ച് വർത്തിക്കുന്നവൻ, എല്ലാ ദിക്കിലും വ്യാപിച്ച്, എത്രയാണ് വലുപ്പം എന്ന് പറയാൻ സാധിക്കാതെ കണ്ട് അങ്ങനെ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് പരമമഹത്ത് എന്നൊക്കെ ഒരു ഇത് പറയുന്നുണ്ട്.
അളവിനെ സംബന്ധിച്ച് പറയുമ്പോൾ പരമമഹത്ത് എന്നുള്ളതായിട്ടുള്ള എത്രയാണെന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറത്ത് വലിയ ഒരു വലുപ്പമില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ഏറ്റവും വലിയത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പരമമഹത്ത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ വിഭു എന്നുള്ളത് കൊണ്ട് എല്ലാ ദിക്കിലും വ്യാപിച്ച് വർത്തിക്കുന്നത് കൊണ്ട് വിഭു എന്നുള്ളതായ നാമധേയം. പ്രഭുവാണ് എന്നുള്ള അർത്ഥത്തിലും വിഭു എന്ന് പ്രയോഗിക്കാം. എല്ലാവരുടെയും പ്രഭുവാണ്, എല്ലാവരെയും ശാസിക്കുന്നവനാണ്, പ്രഭുവാണ് എന്നുള്ള അർത്ഥത്തിലും വിഭു എന്നുള്ള പദം പ്രയോഗിക്കാം. ഇനി വിരോചനഃ, വിവിധം രോചതേ ഇതി വിരോചനഃ, പല വിധത്തിൽ പ്രകാശിക്കുന്നു. രോചതയും വെച്ചാൽ പ്രകാശിക്കുന്നു, പല വിധത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിരോചനഃ എന്ന് നാമധേയം ഭഗവാന്. ഭഗവാന് ഓരോന്ന രൂപത്തിലേ ഉള്ളൂ ഭഗവാന്റെ പ്രകാശം എന്നുള്ളതില്ല. എല്ലാ ദിക്കിലും എല്ലാ ജീവജാലങ്ങളിലും പ്രകാശിക്കുന്നു ഭഗവാൻ. അപ്പോൾ ഓരോ തരത്തിൽ പ്രകാശിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് വിരോചനഃ എന്നുള്ളതായ നാമധേയം. ഇനി സൂര്യഃ, സൂര്യഃ എന്ന് പറയുമ്പോൾ സൂര്യഭഗവാൻ തന്നെയാണ് പറയണത്. സൂര്യഭഗവാനെ തന്നെയാണ്, ഭഗവാന്റെ തന്നെ വിഭൂതി ആയതുകൊണ്ട് സൂര്യൻ്റെ നാമധേയങ്ങളൊക്കെ ഭഗവാന്റെ നാമധേയങ്ങളാണ്. അപ്പോൾ സൂര്യഃ എന്നുള്ളത് അത് എങ്ങനെയാണ് ആ പദനിഷ്പത്തി എന്നും കൂടി ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. സൂ ധാതുവിൽ നിന്ന് അല്ലെങ്കിൽ സൂം ധാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് വ്യാകരണ പ്രകാരം വരണതല്ല, അത് നിബന്ധിപ്പിച്ചിട്ടുള്ളതാണ് സൂര്യശബ്ദം എന്നാണ്. ഇങ്ങനെ ഈ നിപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പദങ്ങളുടെയൊക്കെ നിഷ്പത്തി ഈ വ്യാകരണപ്രകാരം പറയാൻ സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയല്ലാതെ കണ്ട് ഈ ഭാഷകളിൽ അങ്ങനെയൊക്കെ ഓരോരോ പദങ്ങൾ പ്രയോഗത്തിൽ വരും. അപ്പം അങ്ങനെയുള്ളതിനെ ആ തരത്തിൽ തന്നെ പാണിനി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാണിനിയുടെ പ്രയോഗം തന്നെ അതിന് സാധുത്വം നൽകണു. അത് തന്നെ ശരിയായിട്ടുള്ള പ്രയോഗമാണ് എന്നുള്ളത് പാണിനി പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വരുന്നു. അങ്ങനെ ആ നിബന്ധിച്ച് കിട്ടിയിട്ടുള്ളതാണ് സൂര്യശബ്ദം എന്നാണ്. സവിത എന്ന അടുത്ത നാമധേയം. സവിത സർവസ്യ ജഗത പ്രസവിത, എല്ലാ ജഗത്തിൻ്റെയും പ്രസവിത, പ്രസവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സവിത എന്നുള്ളതായിട്ടുള്ള നാമധേയം. പ്രസവിത എന്നുള്ള അർത്ഥത്തിലാണ് സവിത എന്നുള്ളത്, സവിത എന്ന് തന്നെ. അപ്പോൾ സവിത എന്നുള്ളതായിട്ടുള്ള നാമധേയം സൂര്യനെ, സൂര്യരൂപമായിട്ടുള്ള ഭഗവാന് പറയുന്നതായിട്ടുള്ള, ഭഗവാനെ തന്നെ സൂര്യരൂപനായിട്ട് കൽപ്പിച്ചുകൊണ്ട് പറയണതാണ്. ഈ രസാനാം ച തഥാദാനാത് രവിരിത്യഭിധീയതേ പ്രജാനാം തു പ്രസവനാത് സവിതേതി നിഗദ്യതേ എന്നൊരു മന്ത്രം അതിന് ബലമായിട്ട് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് രവി എന്നുള്ളത് കൊണ്ട് രസങ്ങളെയൊക്കെ ആദാനം ചെയ്യുന്നത് കൊണ്ട് ഭൂമിയിൽ നിന്ന് എല്ലാ ജലത്തിനെയും, രസം എന്ന് പറഞ്ഞാൽ അവിടെ ജലമാണ്, ജലത്തെ ആദാനം ചെയ്യുന്നു, സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സൂര്യന് രവി എന്നുള്ളതായിട്ടുള്ള പേര് പറഞ്ഞു. സവിത എന്നുള്ളതായിട്ടുള്ള പേരും വരുന്നുണ്ട് സൂര്യന്. അത് പ്രജാനാന്തു പ്രസവനാഥ്, പ്രജകളെ എല്ലാം സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട്, അവയ്ക്ക് ശക്തി നൽകുന്നു എന്നതുകൊണ്ട് സവിത എന്നുള്ളതായിട്ടുള്ള പേര് സൂര്യന് സിദ്ധിച്ചു. സൂര്യൻ ഭഗവാന്റെ വിഭൂതിയായതുകൊണ്ട് ഭഗവാന് സൂര്യൻ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന്. ഇനി രവിലോചനഃ എന്ന്. രവിഹി ലോചനം ചക്ഷുരസ്യേതി രവിലോചനഃ, രവിയാവുന്ന ലോചനത്തോടു കൂടിയവൻ, ചക്ഷുസ്സോടു കൂടിയവൻ, നേത്രത്തോടു കൂടിയവൻ. രവി ആരുടെ നേത്രമാണോ അവൻ എന്നുള്ളത് രവി വിലോചനഃ, രവിയാവുന്ന വിലോചനത്തോട്, നേത്രത്തോട് കൂടിയവൻ. അപ്പോൾ രവി സൂര്യന്മാർ ഭഗവാന്റെ ലോചനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഇതായിട്ടുള്ള വിരാട് രൂപമായിട്ടുള്ള ഭഗവാന്റെ ലോചനങ്ങളായിട്ടാണ് രവിയെയും ചന്ദ്രനെയും പറയുന്നത്. സൂര്യചന്ദ്രന്മാരാണ് ലോചനങ്ങൾ ഭഗവാന്റെ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ രവി ലോചനഃ എന്നുള്ള നാമധേയത്തിന് രവിയാവുന്ന ലോചനത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് രവിലോചനഃ എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്നാണ്. വിഹായസഗതിർ ജ്യോതി സുരുചിർ ഹുതഭു വിഭു രവിർവിരോചന സൂര്യ സവിത രവിലോചന.